ക്യാൻസലായി എന്തോ ആയിക്കൊണ്ടിരിക്കുന്ന മെസ്സിയുടെ ഇടംകാലിൽ നിന്നും ഉത്ഭവിച്ച മഴവിൽ നേരെ വന്ന് പതിഞ്ഞത് റയൽ മാഡ്രിഡിന്റെ ഹൃദയത്തിലേക്ക്. തന്റെ 500-ാം ഗോൾ ഒരു ഐക്കോണിക് സെലിബ്രേഷനിലൂടെ തിരശ്ശീല കുറിക്കുന്നു. അന്ന് റയൽ താരങ്ങൾ നിശബ്ദരായിരുന്നു. സാന്റിയാഗോ ബെർണാബ്യൂ മുഴുവൻ നിശ്ചലമായിരുന്നു. മെസ്സിയുടെ സെലിബ്രേഷൻ അവരുടെ ഹൃദയത്തിലേക്ക് തന്നെ തറച്ചു കയറി. പക്ഷേ പെട്ടെന്നൊന്നും അവർ കീഴടങ്ങില്ലായിരുന്നു. അവരുടെ മനസ്സ് അതിനനുവദിക്കില്ലായിരുന്നു. മറുഭാഗത്ത് ബാർസലോണ ആരാധകരെല്ലാം വേറെ CR7 എന്ന് അലറി വിളിക്കുന്നു. അവർ അലറി വിളിക്കുമ്പോഴെല്ലാം ഒരു കാര്യം മാത്രം മറന്നുപോയിരുന്നു. തന്റെ ഹേറ്റേഴ്സ് പോലും കൈയടിച്ചു പോകുന്ന കാൽപന്ത് ചരിത്രത്തിൽ പ്രതികാരം എന്നതിന്റെ പര്യായമായി അവതരിക്കുന്ന റിവഞ്ചുകൾ കൊണ്ട് എതിരാളികളുടെ വായടപ്പിക്കുന്ന ഒരുത്തനെയാണ് അവർ വെല്ലുവിളിച്ചത് എന്ന് അവർ മറന്നുപോയിരിക്കുന്നു. പിന്നീട് നടന്നതെല്ലാം കാലവും കാൽപന്തും സാക്ഷിയാണ്. റൊണാൾഡോ 2017 സ്പാനിഷ് കപ്പിന്റെ ഒരു ഫൈനൽ രാത്രിയിലാണ് ആവേശകരമായ മറ്റൊരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് നമ്മൾ സാക്ഷിയാകുന്നത്. റയൽ തന്റെ പ്രതികാരങ്ങളെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് ക്യാമ്പ് നൂ സ്റ്റേഡിയത്തിൽ കളി കാണാനിരുന്നു. അന്നത്തെ മത്സരത്തിന്റെ ഫസ്റ്റ് ലെവലിൽ റൊണോ ഇല്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. സിനദീൻ സിദാന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിരിക്കാം അന്ന് റയലിനെ പരിശീലിപ്പിച്ചത് സിദാൻ ആയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ ആയിരിക്കാം റൊണോയെ ബെഞ്ചിലിരുത്തുക എന്നത്. അങ്ങനെ കളി തുടങ്ങി. വാശിയും വീറുമേറിയ പോരാട്ടം, ഉൾമൈതാനത്തെ തീ പിടിപ്പിക്കുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേറ്റങ്ങൾ നടത്തിയും പ്രതിരോധ കോട്ട പണിതും ആദ്യ പകുതിയിൽ ഗോൾഡിന്റെ സമനിലയിൽ പിരിയുന്നു. മത്സരത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ രണ്ടാം പകുതിയുടെ 50-ാം മിനിറ്റിൽ തന്നെ പിക്കിയുടെ ഒരു ഓൺ ഗോൾ വരുന്നു. പക്ഷേ അവിടെയൊന്നും റയൽ ആരാധകർ തൃപ്തരായിരുന്നില്ല. 57-ാം മിനിറ്റിലാണ് ബെൻസെമയുടെ പകരക്കാരനായി റൊണോ എത്തുന്നത്. റൊണോ ഇറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ റയൽ ആരാധകർ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി CR7 എന്ന്. കാരണം അവർക്കറിയാമായിരുന്നു റൊണോ ഞങ്ങൾക്കായി എന്തേലും കരുതി വെച്ചിരിക്കുമെന്ന്. അത്രയ്ക്കും കോൺഫിഡൻസ് ആയിരുന്നു അവരുടെ മനസ്സിനകത്ത്. പിന്നീട് നമ്മൾ കാണുന്നത് മത്സരം അടക്കി ഭരിക്കുന്ന റൊണാൾഡോയെയാണ്. നിരന്തരമായി ബാർസ പ്രതിരോധത്തെ കീറിമുറിക്കുന്ന റൊണോയെ. ഇവിടെ വലതുവശത്ത് നിന്നും ഗാരത്ത് ബെയിലിന്റെ ഒരു ക്രോസ് വരുന്നു. അവിടെയും കൃത്യമായ റൊണോ വന്ന് ഒരു ബൈസൈക്കിൾ കിക്കിനുള്ള ഒരു നല്ല ട്രൈ ആയിരുന്നു. പക്ഷേ പോസ്റ്റിന്റെ ഇഞ്ചുകൾ വ്യത്യാസത്തിന് പുറത്തേക്ക് പോകുന്ന കാഴ്ച, അതിന്റെ എല്ലാ നിരാശയും അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും റൊണോ തളരുമായിരുന്നില്ല. ലുക്ക് അറ്റ് ദാറ്റ് മാൻ, വാട്ട് എ പാസ്! അതിസുന്ദരമായ ഒരു ബാക്ക് ഹീറ്റ് പാസ് ഇടുന്നു നേരെ മാർസലോയിലേക്ക്. പക്ഷേ വീണ്ടും നിർഭാഗ്യവശാൽ ടെർ സ്റ്റെഗൻ അത് സേവ് ചെയ്യുന്നു. എന്നാൽ ഇവിടെയാണ് റൊണാൾഡോ എന്ന അപകടകാരിയുടെ പ്ലേയിങ് സ്റ്റൈൽ നോക്കേണ്ടത്. വീണ്ടും കൃത്യമായി സ്പേസ് ഉണ്ടാക്കി പന്തിനെ വീണ്ടും തന്റെ കൺട്രോളിലാക്കി വരിയിലേക്ക് നിക്ഷേപിച്ചെങ്കിലും ഇത്തവണയും പിഴയ്ക്കുന്നു. ഇപ്രാവശ്യം ഓഫ്സൈഡ് ട്രാപ്പിൽ കുടുങ്ങിക്കൊണ്ട് ഗോൾ നിഷേധിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്നും തന്നെ നമുക്ക് വ്യക്തമാണ് എത്രമാത്രം മത്സരം ആവേശവും പ്രതികാരവും ഉള്ളതാണെന്ന്. അങ്ങനെ മറുഭാഗത്ത് ബാർസയ്ക്ക് അനുകൂലമായ ഒരു പെനാൾട്ടി ലഭിക്കുന്നു. അത് സാക്ഷാൽ ലയണൽ മെസ്സി യാതൊരു പിഴവും വരുത്താതെ വരിയിലാക്കുന്നു. ആൻഡ് ഇറ്റ്സ് 1-1. ആ സ്കോർ ലൈൻ അധിക നേരത്തേക്കൊന്നും നിലകൊള്ളുന്നില്ല. മത്സരത്തിന്റെ 79-ാം മിനിറ്റിൽ റയലിന്റെ ഒരു മുന്നേറ്റം വരുന്നു. റൊണോയിൽ നിന്നും ഇസ്കോയിലേക്ക്, വീണ്ടും ഇസ്കോ ടു റൊണാൾഡോ. അതിവേഗത്തിൽ ഒരു കൗണ്ടറുമായി റൊണാൾഡോ. സ്റ്റിൽ റൊണാൾഡോ ബാർസ ഡിഫൻഡറായ പിക്കെയെ മറികടന്നുകൊണ്ട് പെനാൾട്ടി ബോക്സിന്റെ തൊട്ടരികിൽ നിന്നുകൊണ്ട് തന്റെ വലം കാലിൽ നിന്നും ഉത്ഭവിച്ച ഒരു മിസൈലാണ് പിന്നീട് ലോക ഫുട്ബോൾ കാണുന്നത്. ബാർസയുടെ വലകേറും വിധത്തിലുള്ള ഒരു ബുള്ളറ്റ് വന്ന് പതിച്ചത് ഏകദേശം 89,000-ൽ പരം കാണികളുള്ള ക്യാമ്പ് നൂ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ബാർസ ആരാധകരുടെ ഹൃദയത്തിലേക്കായിരുന്നു.
എല്ലാത്തിനുമുപരി പിന്നീടുള്ള കാഴ്ചയ്ക്കാണ് ക്യാമ്പ് നൗ സ്റ്റേഡിയം ആകെ വിറച്ചു പോയത്. ഏതാണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള പ്രതികാരം. അന്ന് സാന്റിയാഗോ ബെർണാബ്യൂവിൽ മെസ്സിയുടെ സെലിബ്രേഷന് മുന്നിൽ അടിയറവ് പറഞ്ഞ അതേ ആരാധകർ തന്നെ ഇന്ന് നൃത്തമാടിടുന്ന കാഴ്ച. കാരണം അവരുടെ പ്രതികാരം അവിടെ പൂർണ്ണമാവുകയാണ്. അന്ന് മെസ്സിയുടെ സെലിബ്രേഷൻ ആണെങ്കിൽ ഇന്നിതാ ക്യാമ്പ് നൗവിൽ വെച്ച് തന്നെ അവരുടെ തട്ടകത്തിൽ വെച്ച് തന്നെ ജേഴ്സി മൂരിയുള്ള തന്റെ സിക്സ് പാക്കും കാണിച്ചുള്ള ഒരു മാസ് മറുപടി. അതെ, മിഷൻ കംപ്ലീറ്റ്. അങ്ങനെ രോമാഞ്ചത്താൽ പുളികിതമായ റൊണോയുടെ പ്രതികാരം ഇറ്റ്സ് റയൽ മാഡ്രിഡ് 2 ബാർസലോണ 1. അതിനുശേഷം 82-ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് വാങ്ങി റൊണോ കളം വിടുന്ന കാഴ്ച. പയറ്റേണ്ടതെല്ലാം പയറ്റിയ മത്സരം, പടപൊരുതി വിജയം സ്വന്തമാക്കിയ മത്സരം. വിജയത്തിന് പിന്നിലെ വൻ ശക്തി. വെറും 25 മിനിറ്റ് കളിച്ചുകൊണ്ട് മായാജാലങ്ങൾ സൃഷ്ടിച്ച പോർച്ചുഗീസ് വസന്തം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. 90-ാം മിനിറ്റിൽ അസൻസിയോട് ഗോളും കൂടിയായപ്പോൾ 3-1 എന്ന സ്കോർ ലൈനിൽ റയൽ തന്റെ പ്രതികാരവും നീട്ടി കുറച്ചു മാസം കാണിച്ചുകൊണ്ട് ക്യാമ്പ് നൗവിൽ നിന്നും യാത്ര തിരിക്കുന്നു.